ഇന്ദ്രൻസിന്റെ 603ാമത് ചിത്രം, അതിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്ന് പറയുന്ന ആ ഒരു പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് ഞാൻ ആകൃഷ്ടനായത്. മറ്റൊന്നും കൊണ്ടല്ല, ഭയങ്കര ഒരു എന്താ പറയുക ഫീലുള്ള ഒരു പാട്ടാണ്. ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള ജോൺ പോൾ ജോർജ് തന്നെയാണ് ഈ സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളി അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പ്രസ് കോൺഫറൻസിൽ, അതായത് പല മ്യൂസിക് ഡയറക്ടേഴ്സും തിരക്കാണ്, അതുകൊണ്ട് പുള്ളി ഏറ്റെടുത്തു. നല്ലൊരു തീരുമാനമാണ്. എന്തായാലും സിനിമയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു തീരുമാനം. പാട്ടുകളാണെങ്കിലും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഈ സിനിമ കാണുമ്പോൾ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു പ്രേക്ഷകന് നൽകും. അതായത് ഒരു മാസ് ആയിട്ടുള്ള ഒരു എലമെന്റ്സ് അല്ലെങ്കിൽ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള പരിപാടി അതൊന്നുമില്ല. അതിൻ്റെ ഒരു മീഡിയം ലെവലിൽ ആൾക്കാരെ വളരെയധികം പിടിച്ചിരുത്തി കാണിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ സിനിമ നമ്മുടെ ജോൺ പോൾ ജോർജ് എന്ന് പറയുന്ന ഗപ്പി, അതുപോലെ തന്നെ അമ്പിളി, ഈ 2 സിനിമകളും മതി പുള്ളിയുടെ ഒരു കാലിബർ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു എന്താ പറയുക ഒരു ലെവൽ ഓഫ് ഫിലിം മേക്കിംഗ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ആ ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഈ സിനിമയിലും നമ്മുടെ ഡയറക്ടർ തന്നിരിക്കുന്നത്. ഇന്ദ്രൻസ് ചെയ്യുന്ന കഥാപാത്രം ആശാൻ, ഇയാളുടെ കഥാപാത്രത്തിന്റെ കൂടെ വളരെയധികം പ്രാധാന്യമുള്ള ഒരാളാണ് നമ്മുടെ ജോമോൻ ജ്യോതിർ ചെയ്തിരുന്ന അനന്തൻ അല്ലെങ്കിൽ അനന്തരാമൻ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. അപ്പം അനന്തരാമൻ ഒരു ബഡ്ഡിങ് ഡയറക്ടർ ആണ്. അയാൾ സിനിമയിലെത്തുന്നു അല്ലെങ്കിൽ സിനിമയിലെത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ദ്രൻസും സിനിമയിൽ എത്തണം എന്ന് പറഞ്ഞ റീൽസും അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരു സാധാരണ ഇപ്പോഴത്തെ ഒരു ആവറേജ് മലയാളിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുള്ളിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സെറ്റ്, അവിടെ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സിനിമയ്ക്കുള്ള സിനിമ എല്ലാ കാലത്തും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക് തന്നെയാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആ ഒരു എന്താ പറയുക ഷൂട്ടിംഗ്, ഒരു നമ്മളിപ്പോൾ ആദ്യം തുടങ്ങിയൊരു കഥ അതിൻ്റെ കൂടെ തന്നെ 2-3 കഥകൾ പിന്നെയും വരുന്നുണ്ട്. അതായത് 2-3 ഷൂട്ടിംഗ് വരുമ്പോൾ ഓൾ ദോസ് ആർ ഡിഫറെന്റ് എന്താ പറയുക കഥകളായിട്ട് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഭയങ്കര രസമായിട്ട് തോന്നുന്നു എനിക്ക്. കാരണം എന്താ പറയുക ഭയങ്കര ഒരു സിനിമ കുറച്ച് ഒരു നല്ലൊരു സിനിമ കാണാൻ താല്പര്യമുള്ളൊരു പ്രേക്ഷകൻ എന്തുകൊണ്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ആശാൻ എന്ന് പറയുന്ന പടം. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ പല ട്രീറ്റ്മെന്റുകളും സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടൊരു പരിപാടി ഞാൻ പറയാൻ പറഞ്ഞത്, നമ്മുടെ ശോഭി തിലകൻ ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു എന്താ പറയുക ക്യാരക്ടർ, പുള്ളി നല്ല അടിപൊളി. ആ ഒരു ലുക്കും ദാറ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് മേക്കപ്പ് ഒക്കെ അടിപൊളിയുണ്ട്. ഒരു മാനേഴ്സ് ഒക്കെ നല്ല രസമാണ്. പിന്നെ നമ്മുടെ ശോഭി തിലകൻ പറഞ്ഞു, പിന്നെ ഇന്ദ്രൻസ്, ജോമോൻ ജ്യോതിർ ആൻഡ് ബിപിൻ പെരുമ്പുള്ളി. ബിപിൻ വളരെ രസമുണ്ട്, അതൊരു തമാശ രീതിയിലാണ് പുള്ളി വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ വളരെയധികം ആൾക്കാരെ പിടിച്ചിരുത്താൻ തിയേറ്ററിൽ പിടിച്ചിരുത്തി 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. ബട്ട് ദെൻ ഇങ്ങനത്തെ പല പല മുഹൂർത്തങ്ങളും കോർത്തിണക്കി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ആശാൻ.